നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നിയമവ്യവസ്ഥയുള്ള ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ദീപക് എന്ന് പറയുന്ന യുവാവിന്റെ മരണം, ആ ഒരു മരണത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഈ പറയുന്ന നിയമവ്യവസ്ഥ ഇവിടെ ഇല്ലേ എന്നൊക്കെ സംശയങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. അതായത് ദീപക് ചെയ്തത് തെറ്റാണോ അല്ലയോ എന്ന നിയമം വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് സ്വന്തം ജീവൻ നഷ്ടമായിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള നിർണായകമായിട്ടുള്ള നടപടിയുടെ ഭാഗമായി, നിയമപരമായിട്ടല്ല അല്ലാതെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അയാൾ സ്വന്തം ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും അതിന് ഞെട്ടലും തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ആ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ ഒരു വിഭാഗം ആളുകൾ അയാളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇരവാദം മുഴക്കുന്നുണ്ട്. അതായത് ഇയാൾ മരണപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, ഏറ്റവും നല്ല പുള്ളിയാണ് എന്ന തരത്തിൽ ദീപകിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം രംഗത്തേക്ക് വരുന്നു. മറുവശത്ത് ഈ പറയുന്ന പെൺകുട്ടിയെ ന്യായീകരിച്ചും ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ആ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ആ കാര്യങ്ങൾ, ആ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള അമളി എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി അയാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പരാതി കൊടുക്കേണ്ടതായിരുന്നു. അതല്ല എങ്കിൽ അപ്പോൾ തന്നെ ആ ബസ്സിൽ വെച്ച് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇയാൾ മോശമായി തന്നോട് പെരുമാറുന്നു എന്ന് പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ പോലും ആ ബസ്സിലുള്ള ബാക്കി ആളുകൾ മിണ്ടാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. എങ്കിൽ പോലും ആ പെൺകുട്ടി അന്ന് അവിടെ വെച്ച് ശബ്ദിച്ച് ഒച്ചയുണ്ടാക്കി പ്രശ്നമുണ്ടാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ പ്രചരിച്ചിരുന്നത് എങ്കിൽ ഈ പറയുന്ന ഇന്ന് ആ പെൺകുട്ടിയെ വളഞ്ഞാക്രമിക്കുന്ന ആളുകൾക്കിടയിൽ ഒരാളെങ്കിലും അന്ന് ആ പെൺകുട്ടി ഇത്തരത്തിൽ അനുഭവിച്ചത് താൻ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് അവളെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നേനെ. പക്ഷേ അന്ന് ആ പെൺകുട്ടി അത്തരത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയം വലിയ രീതിയിൽ പെൺകുട്ടിക്ക് സൈബർ ആക്രമണങ്ങൾ നേരിടാനുള്ള കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് മറുവശത്ത് ഈ പറയുന്ന ദീപകിന്റെ കാര്യം, ദീപക് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒരു ജീവൻ നഷ്ടമാകാൻ മാത്രമുള്ള കുറ്റം ആണോ ഇത് എന്നത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇത്തരത്തിൽ അയാൾ ചെയ്തിട്ടില്ല എന്ന അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക, മാനസികമായിട്ട് ആത്മവിശ്വാസത്തോടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടത്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു വാക്പോരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈംഗിക അതിക്രമം നടത്തി എന്ന ആരോപണം ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ട്, വീഡിയോ പ്രചരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള യുവാവ് ദീപക് ജീവനൊടുക്കിയത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത മാനസിക സമ്മർദ്ദം ഇയാൾക്കുണ്ടായിരുന്നുവെന്ന് ഇയാളുടെ ബന്ധുക്കൾ പറയുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. സംഭവത്തിൽ വീഡിയോ പകർത്തി പ്രചരിപ്പിച്ച യുവതിക്കെതിരെ കടുത്ത പ്രതിഷേധവും സോഷ്യൽ മീഡിയയിലൂടെ ഉയരുകയാണ്. ബസ്സിൽ ലൈംഗിക അതിക്രമം എന്ന പേരിൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് ഉദ്ദേശം എന്ന് പറയുന്നത് പെൺകുട്ടിയെ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ വിമർശകർ ചൂണ്ടിക്കാട്ടിക്കുന്നത്. അതേസമയത്ത് ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തിനാണ് ഒരു പുരുഷ കമ്മീഷൻ എന്നുള്ള ചോദ്യത്തിന് ഒരു പക്ഷേ ഇതൊരു ഉത്തരമായി മാറാവുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും പറയേണ്ടുന്ന ഒരു കാര്യമുണ്ടോ, ഒരു വനിതാ കമ്മീഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്തിനാണ്? സ്ത്രീകൾക്ക് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതിനു വേണ്ടിയാണ്. മറിച്ച് പുരുഷന്മാർക്ക് അതിനെതിരെ പുരുഷന്മാരെ ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല. പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇത്തരത്തിൽ നിയമവ്യവസ്ഥകളിലൂടെയും ഉണ്ടാകുന്ന കാര്യം എന്താണ്? നിയമത്തെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഒരുപക്ഷെ ദീപകിന്റെ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഒരു പുരുഷ കമ്മീഷൻ ഇവിടെ അത്യാവശ്യമാണ് എന്നുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു. എന്തായാലും ഈ യുവാവ് ജീവനൊടുക്കിയ സംഭവവുമായി പ്രതികരണവുമായിട്ട് ഡോക്ടർ സൗമ്യ സരിൻ തന്നെ രംഗത്തെത്തിയതും അവരുടെ കുറിപ്പും സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെയധികം വൈറലാകുന്നുണ്ട്. ഈ വീഡിയോ നശിപ്പിച്ചത് ഒരു യുവാവിന്റെയും അവന്റെ മാതാപിതാക്കളുടെയും ജീവിതം മാത്രമല്ല, ഈ നാട്ടിൽ പല രീതികളിൽ ശാരീരിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി കൂടിയാണ് എന്നാണ് സൗമ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പോയിരുന്നത് ലൈൻ ബസ്സിലാണ്. എത്രയോ തവണ ഇത്തരത്തിൽ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞിട്ടുമുണ്ട്, പകച്ചു പോയിട്ടുണ്ട്. ഇന്നും അത് അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളും കുട്ടികളുമുണ്ട്. പക്ഷേ അതിനുള്ള വഴി ഇതായിരുന്നില്ല എന്നാണ് സൗമ്യ
കുറിക്കുന്നത്. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. വീഡിയോ തെളിവിനായി എടുക്കാമായിരുന്നു, പക്ഷേ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കല്ല പോകേണ്ടുന്നത്. അത് ന്യായീകരിക്കാൻ സാധിക്കുന്ന വിഷയമല്ല. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചെന്നാരോപിച്ചാണ് യുവതി സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. അതിന്റെ വിഷമത്തിലാണ് ദീപക് ജീവനൊടുക്കിയതെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ജീവനൊടുക്കിയ ദീപക് സൗമ്യ സെരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് സൗമ്യ സെരിൻ പങ്കുവച്ച പോസ്റ്റ് പൂർണ്ണമായി വായിക്കാം. ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് യുവതി പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം റീലിലെ യുവാവ് ആത്മഹത്യ ചെയ്തു. ആദ്യമേ പറയട്ടെ, ഒരാൾക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ അതിന് തീർപ്പ് ഉണ്ടാക്കേണ്ടുന്ന സ്ഥലമല്ല സോഷ്യൽ മീഡിയ. ഇത് കോടതിയോ നിയമ സംവിധാനമോ അല്ല. ഇവിടെ ഉണ്ടാക്കുന്ന തീർപ്പുകൾക്ക് ഇതുപോലുള്ള ജീവന്റെ വിലയുണ്ട്. നമുക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ നിങ്ങൾ അത് വീഡിയോ എടുക്കാം. ആരും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ അത് തെളിവിനായി മാത്രമാകണം. അല്ലാതെ അത് പരസ്യമായി പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശം തന്നെ സംശയിക്കപ്പെടും എന്നതിൽ തർക്കമില്ല. ഇന്ന് ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ്. വധശിക്ഷ വരെ വിധിച്ചു കളയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ കാണിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും എന്നത് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. ഈ വീഡിയോ നശിപ്പിച്ചത് ഒരു യുവാവിന്റെയും അവന്റെ മാതാപിതാക്കളുടെയും ജീവിതം മാത്രമല്ല, ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ പല രീതിയിൽ ശാരീരിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന നീതി കൂടെയാണ്. ഇങ്ങനെയുള്ള കേസുകൾ കൂടുമ്പോൾ യഥാർത്ഥ കേസുകൾ പോലും സംശയം മുനയിൽ ആകും. സമൂഹത്തിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ കൂടി തോന്നാതെയാകും. അത് യഥാർത്ഥ വേട്ടക്കാർക്ക് കൂടുതൽ സൗകര്യമാകുകയേ ഉള്ളൂ. കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പോയിരുന്നത് ലൈൻ ബസ്സിലാണ്. എത്രയോ തവണ ഇത്തരത്തിൽ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ കരഞ്ഞിട്ടുമുണ്ട്, പകച്ചു പോയിട്ടുണ്ട്. ഇന്നും അത് അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. പക്ഷേ അതിനുള്ള വഴി ഇതല്ല. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. വീഡിയോ തെളിവിനായി എടുക്കുകയും ചെയ്യാം. പക്ഷേ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല സഹോദരി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മാന്യമായി പരാതി കൊടുക്കാമായിരുന്നു. ആ വീഡിയോയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് എടുക്കട്ടെ, അന്വേഷിക്കട്ടെ. അല്ലാതെ ഇതാണോ നീതി കിട്ടാനുള്ള വഴി എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ നീതി കിട്ടിയോ? സോഷ്യൽ മീഡിയയിൽ കയ്യിൽ കിട്ടുമെന്നത് എന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക. അപ്പുറത്ത് നിൽക്കുന്നവനും ഒരു ജീവിതം ഉണ്ട് എന്ന്. എന്തായാലും ഇത്തരത്തിൽ സൗമ്യ സെരിൻ ഒരു പ്രതികരണം നടത്തുമ്പോൾ മറുവശത്ത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ രംഗത്തേക്ക് വരുന്നുണ്ട്. അവരും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദീപക് ആത്മഹത്യ ചെയ്തത് നന്നായി എന്നും കുറെ കാലമായി പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത് എന്നും ഇനി തിരിച്ചാകട്ടെ എന്നുമാണ് ശ്രീലക്ഷ്മി ഈ വിഷയത്തിൽ കുറിക്കുന്നത്. നന്നായി, കുറെ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്തെന്ന് ഇനി തിരിച്ചാകട്ടെ. ഈ മരണത്തിലൂടെയെങ്കിലും ബസ്സിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതി നിങ്ങൾക്ക് നേരെ നടക്കുന്ന ചൂഷണം മൊബൈലിൽ പകർത്തുന്നത് നിർത്താതിരിക്കുക. ഇനി എങ്കിലും ബസ്സിൽ കൈയും കാലും മുതുകും കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഒന്ന് കൈയും കാലും മടക്കി വെക്കുക. സന്തോഷം സന്തോഷം എന്നായിരുന്നു ആദ്യം ശ്രീലക്ഷ്മി പങ്കുവച്ച കുറിപ്പ്. പ്രതിഷേധം ശക്തമായപ്പോൾ ഈ കുറിപ്പ് ശ്രീലക്ഷ്മി നീക്കം ചെയ്തു. ശേഷം മറ്റൊരു പോസ്റ്റുമായിട്ട് ശ്രീലക്ഷ്മി വീണ്ടും എത്തി. നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം. ലൈംഗിക അതിക്രമങ്ങൾക്ക് അത് നേരിടുന്ന ആളുകൾ ആ സമയം തെളിവുമുണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ കിടന്നുകൊടുത്ത് എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ നേരിടേണ്ടി വരും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുണ്ടായിട്ട് പോലും അവരെയും പൾസർ സുനിയെയും ചേർത്ത് എന്ത് മോശം കഥകളാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഊളകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുത്. കാരണം കേസ് എടുത്താൽ നാളെ വേറെ ഒരു പെൺകുട്ടിക്ക് പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞില്ല എന്ന് വരും. അയാൾ തെറ്റ് ചെയ്തില്ലെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണെന്ന്. ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്തിൽ സ്പർശിക്കില്ലായിരുന്നു. ഇത് കറക്റ്റ് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ അയാൾ സ്പർശനം തുടങ്ങിയെന്ന കാര്യം തന്നെ കൃത്യമാണ്. ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചവർക്ക് അത് കറക്റ്റ് മനസ്സിലാകുകയും ചെയ്യും. ബസ്സിൽ കയറി പിടിക്കുന്ന വിരുദ്ധന്മാർ ഭയങ്കര അഭിനയമാണ്. അവന്മാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് തട്ടുകയും മുട്ടുകയും ചെയ്യണമെന്നത്. ഇതുപോലത്തെ അനുഭവം വരുമ്പോൾ എല്ലാവർക്കും ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ
കഴിയൂ എന്നും ശ്രീലക്ഷ്മി കുറിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കരുത് എന്നും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുമായിരുന്നു ശ്രീലക്ഷ്മി അറക്കലിന്റെ കുറിപ്പ്.